നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മളിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മൊബൈലിൽ തന്നെയുള്ള ക്രോം ബ്രൗസർ വഴിയാണ് നമ്മൾ പല സൈറ്റുകളും സന്ദർശിക്കാറ്. എന്നാൽ ക്രോം ബ്രൗസറിൽ ഞാനിപ്പോൾ കാണിക്കുന്ന 3 സെറ്റിംഗ്സുകളിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഉള്ള പെർമിഷൻ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ കൊടുത്തതുകൊണ്ടാണ് പല ആളുകൾക്കും ഒരുപാട് എട്ടിൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഏതൊക്കെയാണ് സെറ്റിംഗ്സ്, എന്തൊക്കെയാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ആളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് എന്താണ് സെറ്റിംഗ്സ് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് 3 സെറ്റിംഗ്സുകൾ നമുക്ക് ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 3 സെറ്റിംഗ്സുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അത് പരിചയപ്പെടുന്നത്. ഇവിടെ മുകളിൽ തന്നെ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലൊക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓണിലാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നാമത്തെ ഓപ്ഷനാണ്. ഇത് ഓൺ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോമിലൂടെ പല വെബ്സൈറ്റുകളും സന്ദർശിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ലൊക്കേഷൻ അനായാസം ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഏത് സമയം നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ ഗൂഗിൾ ക്രോമിൽ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളിത് ഓഫ് ചെയ്തിടുക. തൊട്ട് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെയായിട്ട് ക്യാമറ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതും ഓണിലാണ് എങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം മറ്റുള്ള വെബ്സൈറ്റുകൾക്ക് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഇങ്ങനെ ക്യാമറ എന്നും ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാൻ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത് മാതിരിയായിരിക്കും. ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് തേർഡ് പാർട്ടി സൈറ്റുകൾ തന്നെ ഇതിനായിട്ട് ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ക്യാമറ ഓപ്പൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഏത് സമയത്തും നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കരുത്. ഈ ക്യാമറ പെർമിഷൻ കൂടി നിങ്ങൾ ഇവിടെ ഓഫ് ചെയ്തെടുക്കുക. തൊട്ട് താഴെ മൈക്രോഫോൺ എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് അതും ഇതുപോലെ ഓണിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്ക് ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ മറ്റുള്ള വെബ്സൈറ്റുകൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം തന്നെ അങ്ങനെ നമുക്ക് ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതിനായിട്ട് നമ്മൾ എന്നും മൈക്രോഫോൺ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കരുത്. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഓഫ് ചെയ്തിട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് കാരണം നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാമറ, അതുപോലെ തന്നെ നിങ്ങളുടെ മൈക്രോഫോൺ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് ട്രാക്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കിതുവഴി തടയാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.